മവദ്ദത്തും റഹ്മത്തും സ്നേഹവും. ഭർത്താവിന്റെ ഏത് ചെറുപ്പക്കാരെയും വിവാഹം കഴിക്കുമ്പോൾ ശാരീരികമായി യുവത്വമുള്ള കാലത്തുള്ള രസം കുറച്ച് വയസ്സാകുമ്പോൾ ഉണ്ടാവില്ല. പിന്നെയും അവർക്ക് ജീവിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവണം, സ്നേഹിക്കാനുള്ള മാനങ്ങൾ ഉണ്ടാവണം, ഒത്തുകൂടാനുള്ള പരിസരങ്ങൾ ഉണ്ടാവണം. അതിനാണ് സിസ്റ്റമാറ്റിക് ഫാമിലി ലൈഫ് ഇസ്ലാം ഏർപ്പെടുത്തിയത്. അങ്ങനെ വ്യവസ്ഥാപിതമായ കുടുംബത്തിൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഉള്ള അവസരം ഉണ്ടാവും. എത്ര വയസ്സായാലും ജീവിതം മടുക്കൂല. ആദരിക്കുന്ന മക്കളുണ്ടാകും, വാത്സല്യം തരാൻ മക്കളുണ്ടാകും, താലോലിക്കാൻ പേരക്കുട്ടികൾ ഉണ്ടാവും, നല്ല കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാവും. കല്യാണവും വേണ്ട മക്കളും വേണ്ട എന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെ ആർക്കു വേണം? ആർക്കും വേണ്ട. വാപ്പയും ഉമ്മയും മരിച്ചുപോയി, കൂടെ ആരുമില്ല. എവിടേക്കാണ് നിങ്ങളുടെ ജീവിതം? അങ്ങനെ അനാഥത്വവും അരക്ഷിതാവസ്ഥയും ഉണ്ടാവരുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരൊക്കെ ഇസ്ലാമിക മൂല്യങ്ങളിലേക്ക് വരണം. ചില മതവിരുദ്ധധാരികളായ പെൺകുട്ടികളും ഇപ്പോ കല്യാണം വേണ്ട മക്കൾ വേണ്ട എന്ന് പറയുന്നു. അത്രേ ഒരു ദുരന്തമാണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് വരണം. നാളെയുള്ള ഭദ്രമായ ഒരു ജീവിതത്തിന്റെ സംവിധാനങ്ങളെ അറിയണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതിത്തരുകയാണ്. എന്നത്തേക്കുമുള്ള ആനന്ദത്തിന്റെ വീട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജന്നാത്തിൻ തജ്രി